പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴേ അദ്ദേഹത്തെ കുറിച്ചുള്ള എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും പ്രേംനസീറിനോട് അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരി കുമാരിത്തങ്കം അദ്ദേഹത്തിൻ്റെ നായികയായി 2 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മദ്രാസിലോട്ട് ചെല്ലുന്നത്. പക്ഷേ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ചെല്ലുകയായിരുന്നു മദ്രാസിൽ. പ്രേംനസീറിനെ കാണാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കാൻ. പക്ഷെ ആ പ്രതീക്ഷകൾ തെറ്റിപ്പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് അഭിനയിക്കാൻ ബിരുദ സംഘം ഒരു സിനിമയാണ്. എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അതിൽ അടൂർ പാസിയാണ് നായകൻ. ഞാൻ അത് അഭിനയിച്ചില്ല. ജന്മ ചെയ്തിട്ട് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് മറ്റൊന്നും കൊണ്ടല്ല. ഒന്നാമത് നമുക്ക് കോമഡി അറിയുന്നത് എനിക്കൊരു 17 വയസ്സേ ഉള്ളൂ. എൻ്റെ സങ്കല്പത്തിലൊരു നായകനായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ ഞാൻ കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ. അങ്ങനെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച ഒരു സിനിമയാണ് ആദ്യം റിലീസായത്. അതിന് മുമ്പ് ഞാൻ സത്യഭാഷയുടെ മകളായിട്ട് സിനിമ അഭിനയിച്ചത്. പഠിച്ച കളഞ്ഞൊരു സിനിമയാണ് നസീർ സാറിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ ഒരു നാട്ടുപുറത്ത്, എൻ്റെ വീട് കരിവറ്റയാണ്, ഒരു നാട്ടുപുറത്തുനിന്ന് വന്ന